കെ ശൈലജ ടീച്ചറുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തട്ടിത്തെറിപ്പിക്കാനാണോ പേരാവൂരിൽ അവരെ നിർത്തിയത്? അതായത് മട്ടന്നൂർ പോലത്തെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് അത്ര സുരക്ഷിതമല്ലാത്തൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയത് എന്നുള്ളൊരു ചർച്ച പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചോദിച്ചാൽ എന്താ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ ട്രെൻഡ് അനുകൂലല്ല. അപ്പോ മിക്കവാറും ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ നമുക്ക് ഏകദേശം അങ്ങനത്തെ സാധ്യത തന്നെ കാണുന്നത്. അപ്പോ ഇടതുപക്ഷം ഒരു 30-35-40 സീറ്റില് അങ്ങനെ വരുമ്പോ ഇപ്പോ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്തായാലും പിണറായി വിജയൻ ഏറ്റെടുക്കാൻ ഒരു ചാൻസ് ഇല്ല. പൊതുവെ അദ്ദേഹത്തിന് അത് ശീലിച്ചതല്ല, അങ്ങനെ ഒരു ഇതുവരെ ഏറ്റെടുത്തായിട്ട് നമ്മൾ അറിയില്ല. അപ്പൊ മിക്കവാറും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വരുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാകാരം പി രാജീവ്, കെ ശൈലജ ടീച്ചർ, അങ്ങനെ 3-4 ആൾക്കാരൊക്കെ മത്സരിക്കുന്ന കൂട്ടത്തിലുള്ളൂ. അപ്പോൾ കെ ശൈലജ ടീച്ചർ ജയിച്ചു വന്നാൽ അവർക്ക് മിക്കവാറും പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഈ വരുന്ന 26 അടുത്ത ശേഷമുള്ള ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ആ പ്രതിപക്ഷ നേതാവിന്റെ പവറിൽ മിക്കവാറും അവർക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെയുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാനാണോ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു ചർച്ച പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുക. 2021 സണ്ണി ജോസഫ് ജയിക്കേണ്ട 3172 വോട്ട്, 46% വോട്ട് നേടിക്കാണ്ട്. BJPക്ക് അവിടെ വോട്ട് വളരെ കുറവാണ്, 6.44% ഉള്ളൂ. പിന്നെ 2011 ഇതേ സണ്ണി ജോസഫും കെ ശൈലജ ടീച്ചറും മത്സരിച്ചപ്പോഴും അന്ന് സണ്ണി ജോസഫിന് 48% വോട്ട് കിട്ടി. 3.47% അന്ന് BJPക്കുള്ളൂ. ലീഡ് അന്ന് 3440. അന്ന് ശൈലജ ടീച്ചർക്ക് 41% അധികം കിട്ടിയിരിക്കുന്നത് അതിന്റെ 2021 പിന്നെ 2016 പോകണമെങ്കിൽ സണ്ണി ജോസഫിന്റെ ലീഡ് 7989. അപ്പൊ അതിനൊരു മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാല്, ഇടതിന് അനുകൂലമായിട്ട് തരംഗം ഉണ്ടായാലും വലതിന് അനുകൂലമായിട്ട് തരംഗം ഉണ്ടായിരുന്നു. പേരാവൂർ മണ്ഡലം UDF ഒരു ഉറച്ചൊരു ഇതാണ്. 2011 വലിയ തരംഗമില്ലാതെ രണ്ടു കൂട്ടർക്കും തരംഗമില്ലാത്തൊരു അവസ്ഥയിലും പേരാവൂരിൽ എന്ത് ചെയ്യാണ് UDF ജയിച്ചത്. അപ്പൊ അതിനൊരു കാര്യം മനസ്സിലാക്കുക, UDFന് ഉറച്ച മണ്ഡലമാണെന്നുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം ശൈലജ ടീച്ചറെ വെച്ച് ഒരു ശക്തമായ പോരാട്ടം നടത്തിയാൽ എന്തുണ്ടാവും? എന്റെ കാഴ്ചയിൽ ഒരു ചാൻസും ഇല്ല ടീച്ചർ പരാജയപ്പെടാനാണ് ചാൻസ്. അതിന് കാരണങ്ങൾ എന്താ വെച്ചാല് UDFന് അനുകൂലമായ തരംഗമാണ് ഉണ്ടത്. ഇപ്പൊ ശൈലജ ടീച്ചറെ വെച്ചുകൊണ്ടൊരു 4000 വോട്ട് അധികം കിട്ടിയെന്ന് കുട്ടികൾ. 16 വോട്ടൊന്നും ഇപ്പൊ ശൈലജ ടീച്ചർ ഉള്ളവർക്കൊന്നും കിട്ടില്ല. കിട്ടണമെങ്കിൽ ഇപ്പൊ വടകരയിലൊക്കെ എത്തിയാണ്ട് വലിയ വിജയം ഉണ്ടാണ്ടാണ് 2.1 ലക്ഷത്തിന്റെ മേലെ പൊട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ 4000 വോട്ട് നമ്മൾ കൊടുത്തു. പക്ഷെ ഇനിയവർക്ക് വിരുദ്ധ തരംഗത്തിന്റെ പേരിലുള്ള ഈ വോട്ടുകൾ മറയാന് ചാൻസ് ഉണ്ട്. അപ്പം ഒരു നിലക്കും അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവാവില്ല. രാഷ്ട്രീയ ഭാവി അസ്തമിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിലുള്ള ഓപ്ഷന് തുടർച്ചയായിട്ട് 2 തവണ തോറ്റു. ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പിന്നെ ഇപ്രാവശ്യവും സണ്ണി ജോസഫും കേരളത്തിലെ BJPക്ക് ആരാന്നറിയില്ല. BJPക്ക് ഇവിടെ ഒരു വലിയൊരു സ്വാധീനമോ അവരെ വോട്ട് ഉയർന്നുകൊണ്ട് ഒരു കൂട്ടത്തിൽ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ന്യൂനപക്ഷ വോട്ടുകളെ ശക്തമായ രീതിയിൽ ഇപ്രാവശ്യം UDFന് അനുകൂലമായിട്ട് കേന്ദ്രീകരിക്കാൻ ചാൻസ് ഉണ്ട്. മലയോര മേഖലയാണ്. അപ്പം അതിൻ്റെതായ ഇതുണ്ടാവും. ശൈലജ ടീച്ചർ ഇവിടെ തോൽക്കാൻ തന്നെ ചാൻസ്. മുഖ്യമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് ആവും, പോയിട്ട് MLA ആകാൻ പോലും ചാൻസ് കാണുന്നില്ല എന്റെ ഒരു വീക്ഷണത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.